അപ്പോഴേ ഈ KSE വൈദ്യുതി നിരക്ക് ഇന്ന് മുതൽ കൂട്ടിയിട്ടുണ്ട്. അപ്പം എന്താ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല അതിനെ പറ്റിയുള്ള കാര്യം. എന്താ അത് വൈദ്യുതി നിരക്ക് ഒരു വലിയ അധിക ബാധ്യതയായി വരുമോ? നമുക്കിപ്പോൾ വരണത് അധിക ബാധ്യതയാണ്. അല്ലെങ്കിൽ വരണ എമൗണ്ട് എന്ന് പറയണത് ഞാനും വൈഫും മോളും മാത്രമാണ് വീട്ടിലുള്ളത്. നമുക്ക് ഇപ്പം തന്നെ 2 മാസത്തെ വന്നേക്കണത് തന്നെ 2600 സംതിങ് ഇങ്ങനെ വന്നേക്കണം. അത് എന്ത് കണക്കാണെന്ന് അറിയാൻ വയ്യ. ഇങ്ങനെ വീണ്ടും കൂടുമ്പോൾ അത് പിന്നെ നമുക്കാകെ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിലാണ് നമ്മൾ ജീവിച്ച് പോണത്. അതിൻ്റെ ഇതും കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേട്ടാ, വൈദ്യുതി നിരക്ക് ഇന്ന് മുതൽ വീണ്ടും ഇന്നലെ മുതൽ കൂടിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു അധിക ബാധ്യതയായി മാറും. കറണ്ട് ബില്ല് കൂടുമ്പം കൂടില്ലെന്ന് നമ്മൾ മനുഷ്യന്മാരെ ഉപയോഗിക്കും പോലെ ഇരിക്കും. മനുഷ്യന്റെ ഉപയോഗം പോലെയാണ് അതിൽ ബില്ല് കൂടുന്നത്. അങ്ങനെയാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. പ്രത്യേകിച്ചും അധിക ബാധ്യതയായി തന്നെ നിൽക്കും എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ. ചേച്ചി, കറണ്ട് ബില്ല് ഇന്ന് മുതൽ കൂടുകയാണ്. അതൊരു അധിക ബാധ്യതയായി മാറും. ഇപ്പം നിങ്ങൾക്ക് താങ്ങാവുന്ന ബില്ലാണോ വന്നുകൊണ്ടിരുന്നത്? അങ്ങനെയാണ് ആളുകൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ അവർക്ക് താങ്ങാവുന്ന ബില്ലുകൾ ആണ് വന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരാളുണ്ട്. അതങ്ങനെയല്ല എന്ന് പറയുന്ന ആളുണ്ട്. ചേട്ടാ, വൈദ്യുതി ബില്ല് ഇന്ന് മുതൽ കൂടുകയാണ് വീണ്ടും. എന്താ താങ്ങുമോ അത്? അറിയില്ല, നമ്മൾ കണ്ടില്ല, ബില്ല് കണ്ടില്ല. ബില്ല് താങ്ങല്ലേ, ഇപ്പൊ തന്നെ വലിയ ബില്ലാണ്. ഇപ്പൊ വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടി എന്നുള്ളതാണ്. അതായത് 16 പൈസ കൂടി കൂട്ടി യൂണിറ്റിന് എന്നുള്ളതാണ്. അറിയില്ല, ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാണ് അറിയുന്നത്. വെളിയിലായിരുന്നു, വന്നതേ ഉള്ളൂ. പലരും പലരും ആ വാർത്ത അറിഞ്ഞിട്ടില്ല. അവരൊക്കെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞിങ്ങനെ മടങ്ങുന്ന വഴിയാണ്. അതിനിടയിലാണ് ആ വാർത്തയൊക്കെ അറിയുകയും നമ്മൾ പറയുമ്പോഴൊക്കെയാണ് അറിയുകയും ചെയ്യുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായി ഇപ്പോഴും താങ്ങാത്ത ബില്ലാണ് വരുന്നത് എന്ന് പറയുന്നവരൊക്കെ തന്നെയാണ് അധികം ഉള്ളത്. ചേട്ടാ, വൈദ്യുതി നിരക്ക് കൂടി ഇന്ന് മുതൽ വീണ്ടും കൂടുകയാണ്. അപ്പോൾ റിജിത്ത്, അങ്ങനെ പ്രതികരിക്കുന്നവരും പ്രതികരിക്കാത്തവരുമായിട്ടൊക്കെ പല മനുഷ്യരാണ് ഉള്ളത്. എന്തായാലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുന്ന മനുഷ്യരാണ്. സ്വാഭാവികമായും അവർക്ക് വൈദ്യുതി നിരക്ക് വർധനവ് സ്വാഭാവികമായും അത് നിവൃത്തിയില്ലാതെ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതികരണം തേടുകയായിരുന്നു സലീം മാലിക്. കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. എന്താണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് ഈ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് എന്ന കാര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാം. അമൽ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമലി, നിരക്ക് വർധനയോട് ജനത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? മലയാളിയുടെ ബജറ്റിനെ കുറിച്ച്, മലയാളിയുടെ കുടുംബ ബജറ്റിന്റെ താളം തന്നെ തെറ്റിക്കാൻ പോകുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. യൂണിറ്റിന് 16 പൈസ കൂട്ടുക എന്ന് പറയുമ്പോൾ തന്നെ മാസത്തിൽ അത് വലിയൊരു മാറ്റമാണ് കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കൊച്ചിയുടെ ഒരു പൊതുവായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കൊച്ചിയിൽ ഒരുപാട് തരത്തിലുള്ള ഉപഭോക്തൃ സംസ്കാരം തിങ്ങി നിൽക്കുന്ന കേരളത്തിന്റെ ഭൂമികയാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾക്കും ഈ കറണ്ട് ബില്ലിന്റെ ഈ ഒരു വർധനവ് വലിയൊരു ആഘാതമായിട്ട് തന്നെയാണ് പ്രതീതമാകുന്നത്. ചേട്ടാ, കറണ്ട് ബില്ല് വർദ്ധിച്ചിരിക്കുകയാണ്. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിച്ചിരിക്കുക. എന്ത് തോന്നുന്നു? എല്ലാ പ്രാവശ്യം കൂട്ടുക മാത്രമേ ഉള്ളൂ. കറണ്ട് സമയത്തിന് കിട്ടുക, സമയം എല്ലാ ദിവസവും കറക്റ്റായിട്ട് കറണ്ട് തരിക, അതിൽ സർക്കാർ ഇത് ചെയ്യണില്ല, ഫോക്കസ് ചെയ്യണില്ല. ഇപ്പം എനിക്ക് ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 7.5 ലിറ്റർ ഡീസൽ വരും. ആ 7.5 ലിറ്റർ ഡീസലിൻ്റെ പൈസ തന്നെ ഈ കറണ്ട് ബില്ല് കൂട്ടണതിൽ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. കാരണം നമ്മളൊരു സർവീസ് കൊടുക്കുകയാണ്, ആ സർവീസിന് കറക്റ്റായിട്ട് റിട്ടേൺസ് കിട്ടണം. ആ റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ കറണ്ട് ബില്ല് കൂട്ടിയിരിക്കുന്നത് 16 പൈസയാണ്. അടുത്ത വർഷം തൊട്ട് ഇത് 12 പൈസയാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിൽ നിന്ന് BPL-ലുള്ള കുടുംബങ്ങൾക്ക് പോലും ഇതിൻ്റെ അകത്ത് മോചനമില്ല. അവരും ഈ വർധനവ്, ഈ വൈദ്യുതി ചാർജ് വർധനവ് ബാധകമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീരുകയല്ലേ? ഉറപ്പായിട്ടും ആണല്ലോ, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ്. എല്ലാ ദിവസവും പല പല കാര്യങ്ങളിൽ എല്ലാ സർക്കാരുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് കുറച്ചതായിട്ട് ഇതുവരെ കണ്ടില്ല. പെട്രോൾ ഡീസൽ കാശാണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും എല്ലാത്തിനും എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരെണ്ണം കുറഞ്ഞതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അതെ, നമുക്ക് ഈ കറണ്ട് ബില്ലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ചെറുകിട വ്യവസായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഒരു കുറവുണ്ടായിരിക്കും. ഈ വൈദ്യുതി ബില്ല് വലിയ കാര്യമായ വർധന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഈ കറണ്ട് ബില്ല് കൂടുകയാണ്, അപ്പൊ ജീവിത ചെലവുകൾ അതിനോടൊപ്പം വർദ്ധിക്കുമെന്ന് പേടിയുണ്ടോ? പിന്നെ ഇല്ലേ, ഇതൊരു ഇരുട്ടടിയല്ലേ ഇത് സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഈ സർക്കാർ വന്നിട്ട് തന്നെ 3-4 തവണ കറണ്ട് ബില്ല് കൂട്ടി. നമ്മുടെ സംസ്ഥാനത്ത് വെള്ളത്തിൽ നിന്നാണ് കൂടുതലും, വെള്ളം ഉപയോഗിച്ചാണ് കൂടുതലും ബാധ്യം. ആവശ്യത്തിലെ വെള്ളം ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനം തികയുന്നില്ല എന്നാണ് പറയുന്നത്.
തമിഴ്നാട്ടിലൊക്കെ പോലെ നമുക്ക് വെള്ളമില്ല, എന്നിട്ട് പോലെ അവിടെ വൈദ്യുതിക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുത ബില്ലിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും അത് ശരി. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണം നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം പങ്കുവെക്കുക.